ഹലോ മക്കളെ, മാത്തമാറ്റിക്സിന്റെ ലാബിന് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും എല്ലാം തന്നെ ലാബുകൾ അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ മാത്സിന്റെ ലാബിലേക്ക് വരുന്നു. ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാത്സിന്റെ ലാബ് 0. എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ട, ഏതൊരു വിദ്യാർത്ഥിയും ആദ്യമായിട്ട് പഠിക്കേണ്ട ലാബാണ് ലാബ് 0. ലാബ് 0 നമുക്ക് ഒരു ലാബ് പോലും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഇത് ബേസിക് ടൂളാണ്. ഇപ്പൊ നമ്മള് ചെറു ക്ലാസ് പഠിക്കുമ്പോൾ ബേസിക് നമ്പേഴ്സ് കൊടുക്കില്ലേ ആഡ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ബേസിക് നമ്പേഴ്സ് പഠിക്കുന്ന പോലെ തന്നെയാണ് ലാബിനകത്ത് ലാബ് 0 എന്നുള്ള ലാബ്. ഇത് എക്സാമിന് ചോദിക്കൂല, പക്ഷേ ഇവൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ലാബ് പോലും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഏത് ലാബാണ് ആവശ്യം. കാരണം എല്ലാ സ്കൂൾസിലും പല പല ലാബുകളായിരിക്കും, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ സെലക്ട് ചെയ്യുന്ന ലാബാണ് നിങ്ങൾ ചെയ്യേണ്ടവരാ. ഫസ്റ്റ് ഇയറിൽ നിന്ന് 4 ലാബും സെക്കൻഡ് ഇയറിൽ നിന്ന് 4 ലാബുമാണ് നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യാൻ വേണ്ടി പോവുക ഇക്കൊല്ലം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞ ലാബ് ഏതാണോ, നിങ്ങൾക്ക് ഏത് ലാബാണ് ആവശ്യമെന്ന് എല്ലാവരും ഈ ഒരു വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ലാബുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് എല്ലാ മക്കളും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് മറക്കരുത്, ഈ ലാബിന്റെ താഴെയുള്ള കമന്റ് ബോക്സിനകത്ത് നിങ്ങളുടെ ആവശ്യമുള്ള ലാബ് ഏതാണ്, നിങ്ങൾക്ക് ഏത് ലാബിനെ പറ്റിയാണ് കൂടുതൽ അറിയേണ്ടത്, ഏത് ലാബാണ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയി നിൽക്കുന്നത്, എല്ലാം തന്നെ പറയുക. നിങ്ങൾക്കുള്ളതിന്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് ലാബിന്റെ 0ലേക്ക് പോകുന്നു. ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കണം, ബേസിക്സ്. അതിനുമുമ്പ് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്കൊരു ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉണ്ടാവുക. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇൻപുട്ട് ബോക്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇൻപുട്ട് കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഉണ്ടാവുന്നു. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് എന്താണ് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇതേ ഇപ്പോൾ ഇൻപുട്ട് ബോക്സിനകത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫംഗ്ഷനാണ് x². ഇത് എക്സ് അടിച്ചു, നമ്മുടെ മേലേക്കുള്ള ആ ഒരു കുനിപ്പ് കൊടുത്തു, 2 കൊടുത്തു, x², എൻ്റർ കൊടുത്തു. നമുക്ക് എന്ത് കിട്ടി, x² എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി. ആ കാണുന്ന ഫംഗ്ഷൻ നമുക്ക് എന്തേ നേരെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടോ, f(x) അതാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇൻപുട്ട് ചെയ്ത ഫംഗ്ഷൻ. അതിന്റെ ഗ്രാഫാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഈ കാണുന്ന ഫംഗ്ഷൻ ഇനി കാണണ്ട, ഞാനത് എക്സും കൂടി ചെയ്തു, ഒരു ഫംഗ്ഷൻ കൂടി ഇൻപുട്ട് ചെയ്തു, എക്സ് ഞാൻ വരച്ചു. 2 ഫംഗ്ഷൻ വന്നു, ഒന്ന് ചുവപ്പിലും ഒന്ന് നീലയിലും. അത് ഇവിടെ തന്നെ ഉണ്ടാകും. ചുവപ്പ് നിറത്തിലുള്ളത് g(x) ആണ്, ആൻഡ് നീല നിറത്തിലോ അത് x² ആണ്. എനിക്ക് x² കാണണ്ട, g(x) മാത്രം മതി. എന്ത് ചെയ്യാ, ഇവിടെ ഈ കാണുന്നൊരു ബബിൾ ഉണ്ട്, നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ എന്തായി, ആ കാണുന്ന x² പോയി. നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ മാത്രമാണ് പിന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി വീണ്ടും വരുത്തണമെങ്കിലോ ഒന്നും കൂടി ആ കാണുന്ന ബബിളിൽ ക്ലിക്ക് ചെയ്യുക, ഫംഗ്ഷൻ വന്നു. ഇതാണ് ഏറ്റവും ബേസിക് ആയത്. ഇനി ഞാൻ ഈ കാണുന്ന ലാബിനകത്ത് ഞാൻ മൊത്തം നീക്കിട്ടോ, നമുക്കിത് ഇവിടെ അറിയാം. ഞാൻ എന്തെങ്കിലും നീക്കുന്നു, ഓക്കെ, ഞാൻ നീക്കിങ്ങനെ ഈ നീക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ചു. പക്ഷെ എനിക്ക് എന്താണ് വീണ്ടും മിഡിലേക്ക് വരണം. അയ്യോ, ഇത് എവിടെ നിൽക്കുന്നുണ്ട് ആരുണ്ടില്ല. കൺട്രോൾ എം അമർത്താം, കൺട്രോൾ എം. ഓക്കെ, കീബോർഡിനകത്ത് കൺട്രോൾ എം അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് നേരെ തന്നെ ഏതാണോ അതിന്റെ മിഡിൽ പൊസിഷൻ അതിനകത്ത് നിൽക്കുന്നതാണ്. ലാബ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ആരംഭിച്ച് അതുപോലെ തന്നെ വരുന്നതായിരിക്കും. സോ എല്ലാവരും ഓർക്കണം, ഇങ്ങനെയൊക്കെ മാറിപ്പോവും, സംശയമുള്ള കാര്യം. നമ്മൾ പോയിന്റ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് മാറിപ്പോവും. അത് മാറാതിരിക്കാൻ, നമുക്ക് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കൺട്രോൾ എം എന്ന് പറയുന്ന കീ ആണ്. ബസ് ലാബിലേക്ക് പോവാം. ആദ്യമായിട്ട് നിങ്ങൾ പരിചയപ്പെടണം, ഇവിടെ മേലെ കുറെ ടൂൾസ് ഉണ്ട്. ടൂൾസ് ആണ് നമുക്കെല്ലാം തന്നെ. ടൂൾസ് അപ്പോൾ എന്തിനാണെന്നും ടൂൾസിന്റെ ഉപയോഗം എന്താണെന്നും എല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായ ധാരണ വേണം. ഇതിനകത്ത് ഓരോ ടൂളും പരിശോധിക്കണം. എല്ലാം നമുക്ക് എന്താണ് അത്രമേൽ ആവശ്യമുള്ള ആൾക്കാർ തന്നെയാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ലാബ് മാനുവലിനകത്ത് ഓരോ ടൂളിനെ പറ്റി പറയുന്നത് കണ്ടോ. ഇവിടെ എന്തുണ്ട്, മൂവ്മെന്റ് ടൂൾസ്, മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതാണിത്. ഫസ്റ്റ് ടൂൾ ആയിട്ടുള്ള ഈ കാണുന്ന മൂവ്മെന്റ് ടൂൾ, മൗസിന്റെ ഒരു ആകൃതിയിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ മൗസിന്റെ ആകൃതിയിൽ ഒരു ടൂൾ കണ്ടോ, മൂവ്, ഡ്രാഗ് ചെയ്യാനുള്ളത്. ആ കാണുന്ന ടൂൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഉണ്ടോ. അതെങ്ങനെയാ, അത് ഈ കാണുന്ന മൂവ്മെന്റ് ടൂൾ, മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. അവിടെ നിങ്ങളുടെ ഒരു റൈറ്റ് സൈഡിൽ ചെറിയ ആരോ കാണുന്നുണ്ടോ, കണ്ടോ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള എല്ലാ മൂവ്മെന്റ്സും, ഏതൊക്കെ ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട്, ഫ്രീ ഹാൻഡ് ഷേപ്പ്, പെൻ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നാളെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് ഒഴിവാക്കി വെക്കാൻ കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് ടൂൾ. ഞാൻ നേരത്തെ തന്നെ സെക്കൻഡ് ടൂളിലേക്ക് പോകുന്നു. പോയിന്റ് ടൂൾസ് കണ്ടോ, പോയിന്റ് ടൂൾ. നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഗ്രാഫ് വരച്ചു, ഗ്രാഫിനകത്ത് പോയിന്റ് മാർക്ക് ചെയ്യണം. നമുക്കിത് ഈ കാണുന്ന പോയിന്റ് ടൂൾ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇത് ഗ്രാഫിൽ നേരെ പോയിട്ട് ഈ കാണുന്ന പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു. പോയിന്റ് 1 ഏതാ പോയിന്റ്, ലെഫ്റ്റ് 2 4. അപ്പൊ കണ്ടില്ലല്ലേ, കണ്ടോളൂ. ഞാൻ ഒന്നുകൂടെ കാണിച്ചാൽ, ഞാൻ നേരെ പോയിട്ട്
ക്ലിക്ക് ചെയ്തു, പോയിന്റ് വേണമെന്ന് കണ്ടു, ഞാനത് പോയിന്റ് അമർത്തി, ഞാൻ നേരെ പോയിട്ട് ഇവിടെ ഈ കാണുന്ന പൊസിഷനിൽ ഒന്ന് ചുമ്മാ ക്ലിക്ക് ചെയ്ത് ഗ്രാഫിന്മേൽ ഏത് പോയിന്റ് ആണ് ലെഫ്റ്റ് പോകുന്നത്, ഏതാ 2.45, 5.98. അതാണ് ഈ പറയുന്ന പോയിന്റ് ബി. ഇതാണ് മക്കളെ പോയിന്റ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം. തൽക്കാലം അത്ര മനസ്സിലാക്കി. അതാണ് പോയിന്റ് ടൂൾ. ഇവിടെ ഒരുപാട് ടൈപ്പുകളുണ്ട്. നമുക്ക് എന്താണ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും പറയാം മിഡ് പോയിന്റ് കാണാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമാണ്. മിഡ് പോയിന്റ് കാണാൻ പറ്റും, ലൈനിന്റെ മിഡ് പോയിന്റ് ഏതാണെന്നൊക്കെ തന്നെ. അപ്പൊ അത്തരത്തിൽ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സെക്കൻഡ് ടൂൾ അഥവാ പോയിന്റ് ടൂൾ. തേർഡ് ടൂൾ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മക്കളെ ലൈൻ ടൂൾ. ലൈൻ വരയ്ക്കാം. ലൈനും ലൈൻ സെഗ്മെന്റ് എല്ലാം വരയ്ക്കണം. നമുക്ക് ആവശ്യമുണ്ട് ലൈൻ സെഗ്മെന്റ് എല്ലാം തന്നെ വരയ്ക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള ടൂളാണ് മക്കളെ ലൈൻ ടൂൾ എന്ന് പറയുന്നത്. ലൈൻ ടൂൾ, ലൈൻ ടൂൾ തേർഡ് വൺ ആണ് നമ്മുടെ ലൈൻ ടൂൾ. സോ എല്ലാവരും ജിയോജബ്ര നോക്കുക. ഈ കാണുന്ന തേർഡ് ടൂൾ കണ്ടോ, ലൈൻ. ഇവിടെ നമുക്ക് എന്താണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈൻ ഉണ്ട്, ലൈൻ സെഗ്മെന്റ് ഉണ്ട് കേട്ടോ, ലൈൻ സെഗ്മെന്റ് വിത്ത് ഗിവൺ ലെങ്ത് ഉണ്ട്. അപ്പോൾ അത്രമേൽ സ്പെസിഫൈ ചെയ്ത് നമുക്ക് എല്ലാം തന്നെ വരയ്ക്കാൻ വേണ്ടി സാധിക്കും. ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ എൻ പോയിന്റ്സ് ഉള്ളതാണ് ലൈൻ സെഗ്മെന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻ പോയിന്റും ഉണ്ടാകും. ഇനി ലൈൻ എന്ന് പറയുമ്പോൾ അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻ പോയിന്റും ഒന്നും ഉണ്ടാവില്ല. റേ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, എൻ പോയിന്റ് ഉണ്ടാവില്ല. ആ കാണുന്ന ലൈനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടൂൾസ് ആണ് നമുക്ക് വരുന്ന ഓരോന്നിലും കാണാൻ വേണ്ടി സാധിക്കുക. അടുത്ത എന്താണ് സ്പെഷ്യൽ ലൈൻ ടൂൾസ് ഉണ്ട്, പോളിഗൺ ടൂൾസ് ഉണ്ട്, കോണിക് സെക്ഷൻ ടൂൾ ഉണ്ട്, സർക്കിൾ ആൻഡ് ആർക്ക് ടൂൾ ഉണ്ട്. ബേസിക്കലി നമുക്ക് ഇതൊന്നും അത്രമേൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നല്ല. അതായത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രമേൽ ആവശ്യമില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ സർക്കിൾ വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് എന്താണ് ഈ കാണുന്ന ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാൻ സാധിക്കും, സംശയമില്ല കാര്യത്തിൽ. പക്ഷേ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ജിയോജബ്രയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ, ഏത് പ്രോബ്ലം ആയിക്കോട്ടെ, നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടൂൾ മറ്റാരുമല്ല, സെക്കൻഡ് ലാസ്റ്റ് ടൂൾ. സെക്കൻഡ് ലാസ്റ്റ് ടൂൾ ആക്ഷൻ ഒബ്ജക്റ്റ് ടൂൾ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. അത് നിങ്ങളിപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കി പോകാൻ സമയത്ത്. പക്ഷെ അടിയന്തരമായിട്ട് നോക്കേണ്ടത് പറഞ്ഞില്ല, ഈ കാണുന്ന ആക്ഷൻ ഒബ്ജക്റ്റ് ടൂൾ ആണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ബേസിക്കലി ആക്ഷൻ ഒബ്ജക്റ്റ് ടൂൾ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒറ്റ കാര്യം മാത്രം. അശാൻ ഇവിടെ സ്ലൈഡർ. ഇവനാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയത്. ബോർഡ് എക്സാമിന് ഏറ്റവും ആവശ്യം എന്താണ്? ഈ കാണുന്ന സ്ലൈഡറാണ്. എല്ലാം മനസ്സിലാക്കാം. ഒരുപാടുണ്ട് ഇതിലെ. സ്ലൈഡറാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ സ്ലൈഡർ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻപുട്ട് ബോക്സ്, ഒരു ബോക്സോടെ, ഇൻപുട്ട് ബോക്സ് അല്ല, ഒരു സംഭവം ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് എന്താണ് പേരിടാം, അതുപോലെ മിനിമം മാക്സിമം ഇൻക്രിമെന്റും എല്ലാം തീരുമാനിക്കാം, എത്ര ഇൻക്രിമെന്റ് വേണം എന്നെല്ലാം നമുക്ക് എന്താണ് ഇവിടെ തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ഐറ്റം. നമുക്ക് നേരെ തന്നെ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി, ഇതിലൂടെ ആക്ടിവിറ്റി ഒരെണ്ണമുണ്ട്, ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ ഉണ്ട്, അത് ചെയ്ത് നോക്കാം. അതിപ്പോൾ ഞാൻ എല്ലാം എന്താ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഒന്നും വേണ്ടോട്ടോ, എല്ലാം കളയാം. ഡിലീറ്റ് പോട്ടെ, ഡിലീറ്റ് പോട്ടെ, ഡിലീറ്റ് എല്ലാവരും പോയി. കൺട്രോൾ എം അമർത്തി യെസ് ഫിക്സ് ചെയ്തു, മുന്നോട്ട് പോകുന്നു. എല്ലാവരും നോക്കിയാൽ ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 1 ആസ് ഫോളോസ്. അപ്പൊ സ്ലൈഡർ ഉണ്ടാക്കണം. അതിനു വേണ്ടി എല്ലാവരും നോക്കിയത് ഇവിടെ അമർത്തി സ്ലൈഡർ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സ്ലൈഡർ എ ഏതെങ്കിലും പീരീഡ് ഉണ്ട്. യെസ്, എന്താ പറഞ്ഞേക്കുന്നത്? ഇൻക്രിമെന്റ് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻക്രിമെന്റ് ഈസ് ആസ് 1, ഇൻക്രിമെന്റ് 1 ആയിട്ട്. ഞാൻ നേരെ തന്നെ ഇൻക്രിമെന്റ് 1 കൊടുത്തു. ഇൻക്രിമെന്റ് 1 ഓക്കെ കൊടുത്തു. സോ നമുക്ക് നമ്മുടെ സ്ലൈഡർ കിട്ടി. എല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇവിടെ എന്താണ് എല്ലാവർക്കും ഇവിടെ നമ്മുടെ സ്ലൈഡറിനെ കാണാൻ വേണ്ടി സാധിച്ചു. ഞാൻ നേരെ തന്നെ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ലൈഡർ. ഇതാണ് നമുക്ക് എന്ത് സ്ലൈഡർ എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ എല്ലാവരും നോക്കണം. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, സ്ലൈഡർ അമർത്തി, പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു പുതിയ സ്ലൈഡർ ലഭിക്കുന്നതാണ്. വീണ്ടും ഇങ്ങനെ ഇവിടെ ഇൻക്രിമെന്റ് കാണാൻ പറ്റും. ഇങ്ങനെ കുറെ സ്ലൈഡേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതിന് പുറമെ നിങ്ങൾക്കിനി ഇപ്പോൾ സ്ലൈഡർ ടൂൾ നിൽക്കുന്നത് ഈ കാണുന്ന സ്ക്രീനിൽ എവിടെ അമർത്തിയാലും എന്താ വരാ, ഇതാ വരാ. വീണ്ടും പോയെടുക്കണ്ട. ഒരു സ്ലൈഡർ ഉണ്ടാക്കി നമ്മൾ ടൂൾ ഇപ്പം എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ സ്ലൈഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ബി എന്ന് പറഞ്ഞത് അടുത്ത സ്ലൈഡർ ഒന്നും ഇൻക്രിമെന്റ് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് 0.01 എഴുതി 0.01 ഓക്കെ കൊടുത്തു. മാറ്റി നോക്കി എല്ലാവരും. ഇവിടെ ഇപ്പം നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പോയിന്റ് വൈസ് വാല്യൂസിലാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. പോയിന്റ് വൈസ് വാല്യൂസ് ഇങ്ങനെ മൂവ് കണ്ടോ, പോയിന്റ് വൈസ് വാല്യൂസ്. ഇവിടെയോ ഇവിടെ നമ്പേഴ്സ്, കാരണം ഇൻക്രിമെന്റ് 1 ആണ്, അതുകൊണ്ട് -1 0 1 2 3 അങ്ങനെ പോകും. അതാണ് മാറ്റം വരുന്നുണ്ടല്ലോ. ഞാൻ ബി എന്നുള്ള സ്ലൈഡർ തൽക്കാലം ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുമ്പോൾ പ്ലോട്ട് എ പോയിന്റ് എ
a,a². എ എന്ന് പറഞ്ഞ പോയിന്റ് പ്ലോട്ട് ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും ഇൻപുട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ എന്ത് കിട്ടും? നമുക്ക് a,a² എല്ലാവരും ബ്രാക്കറ്റ് കൊടുത്തു, എ കൊടുത്തു, കോമ എ തൊപ്പി പോലത്തേക്കുണ്ടല്ലോ മക്കളെ, നമ്മുടെ 6 നമ്പർ അതിന്റെ മേലുള്ളത്, ഷിഫ്റ്റ് അമർത്തി അതമർത്തി 2 കൊടുത്തു, a², എന്താ ഇവിടെ 5,25 കാണാൻ പറ്റും. ഓക്കെ, ഞാൻ എന്തേ ഇവരെങ്ങനെ നീക്കുമ്പോൾ നമുക്ക് ആ കാണുന്ന പോയിന്റ് ഇവിടെ വിസിബിൾ കണ്ടോ, പോയിന്റ് 1,1 a,a² ആണ്. നീക്കുമ്പോൾ ആ കാണുന്ന പോയിന്റ് അങ്ങനെ നീങ്ങി 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 പോകുന്നത് എല്ലാവർക്കും എന്തേ വളരെ വിസിബിൾ ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ മുന്നോട്ട് പോകുന്നു, ബാക്കിയിലേക്ക് പോകുന്നു. അവർ ബാക്കി എന്താ പറഞ്ഞു നോക്കാം. ചേഞ്ച് ദി വാല്യൂ ഓഫ് ദി സ്ലൈഡർ ആൻഡ് ഒബ്സർവ് ദി മൂവ്മെന്റ്. മൂവ്മെന്റ് ആണ് നമുക്ക് കണ്ടു കേട്ടോ. വി ക്യാൻ ചേഞ്ച് ദി വാല്യൂ ഓഫ് എ സ്ലൈഡർ ഇൻ ഡിഫറെന്റ് വേസ്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ദി സ്ലൈഡർ പോയിന്റ്, അങ്ങനെ മാറ്റാൻ പറ്റും. ക്ലിക്ക് ഓൺ സ്ലൈഡർ പോയിന്റ് ആൻഡ് യൂസ് ആരോ കീസ് ടു ചേഞ്ച് ദി വാല്യൂസ്. ഓക്കെ, നമുക്ക് ആരോ ക്യൂ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ഇവിടെ നമ്മുടെ കീബോർഡ് ആയാലും മാർക്കുണ്ടല്ലോ, ആ കാണുന്ന ആരോ ക്യൂ ഉപയോഗിച്ച് നമുക്ക് എന്താണ് സ്ലൈഡറിലെല്ലാം തന്നെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ടാക്കി നോക്കിയതേ, ഇങ്ങനെ ഉണ്ടോ. ഞാൻ ഇപ്പോൾ ആരോ മാർക്ക് ഉപയോഗിക്കുന്നത്. മുന്നോട്ട് പോകുന്നു. റൈറ്റ് ക്ലിക്ക് ഓൺ ദി സ്ലൈഡർ ആൻഡ് സെലക്ട് അനിമേഷൻ ഓൺ. ഓക്കെ, സ്ലൈഡർ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഞാൻ ക്ലിക്ക് ചെയ്തു, ഇവിടെ അനിമേഷൻ ഓൺ കണ്ടോ, ക്ലിക്ക് ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക് തന്നെ അത് ആ കാണുന്ന പോയിന്റ്സ് ഇങ്ങനെ നീങ്ങി 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 പോകുന്നതായിരിക്കും. മുന്നോട്ട് പോകുന്നു. ഞാൻ ബാക്കിയിലേക്ക് അത് അനിമേഷൻ സ്റ്റോപ്പ് ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും വീണ്ടും സ്ലൈഡർ അമർത്തുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ അനിമേഷൻ സ്റ്റോപ്പ് അല്ല ഓൺ ഒന്ന് ഓഫ് ചെയ്യുക, അത് ഓഫ് ആയി പോയി, അനിമേഷൻ ഓഫ് ആയിട്ടോ കഴിഞ്ഞു. ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ്. ഇൻപുട്ട് ബോക്സ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് സ്ലൈഡറിന്റെ വാല്യൂസ് മാറ്റാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും ഈ കാണുന്ന സ്ലൈഡർ എവിടെയാണ് എടുത്ത് അവിടെ തന്നെ കേഴ്സർ കൊണ്ടുപോകാം. ക്ലിക്ക് ചെയ്യുക, ഇൻപുട്ട് ബോക്സ് കണ്ടു. ഞാൻ ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്തു, ബോക്സ് ക്യാപ്ഷൻ ഞാൻ ഒരു എന്ന് കൊടുത്തു. ലിങ്ക് ഒബ്ജക്ട്സ്, എന്താ ലിങ്ക് ചെയ്യാൻ പോകുന്ന ഒബ്ജക്ട് നമ്മൾ ഈ കാണുന്ന സ്ലൈഡർ ലിങ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ സ്ലൈഡർ ലിങ്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ബോക്സ് വന്നു. ഞാൻ ഇൻപുട്ട് ബോക്സിനകത്ത് മക്കളെ 4 കൊടുത്തു, 4 സ്ലൈഡർ മാറി. ഇൻപുട്ട് ബോക്സ് ഞാൻ 3 കൊടുത്തു, 3 സ്ലൈഡർ മാറി. 5 കൊടുത്തല്ലേ, സോ സ്ലൈഡർ മാറി. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഏതാണോ അതിനനുസരിച്ചാണ് നമുക്ക് ഈ കാണുന്ന സ്ലൈഡർ മൂവ്മെന്റ് ഉണ്ടാകുക. കാരണം ഈ കാണുന്ന ഇൻപുട്ട് ബോക്സ് ഇറ്റ്സ് ബീങ് ലിങ്ക്ഡ് വിത്ത് ദി സ്ലൈഡർ. ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ചേഞ്ച് ദി ഇൻക്രിമെന്റ് ചേഞ്ച് ചെയ്യുക ഓഫ് ദി സ്ലൈഡർ 2.01. അപ്പൊ സ്ലൈഡറിന്റെ ഇൻക്രിമെന്റ് എങ്ങനെ മാറ്റാൻ വേണ്ടി സാധിക്കും, അതിനുവേണ്ടി അതാണ് നമുക്ക് അടുത്ത് പറയുന്നത്. ചേഞ്ച് ദി ഇൻക്രിമെന്റ് ഓഫ് സ്ലൈഡർ 2.01. അതിനുവേണ്ടി ചെയ്ത് ഇത്ര മാത്രം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക എല്ലാവരും, റൈറ്റ് ക്ലിക്ക്. ഇവിടെ എന്തുണ്ട്, നമുക്ക് ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്ലിക്ക് ചെയ്തു, സ്ലൈഡർ എടുക്കാം. സ്ലൈഡർ ഓൾറെഡി എന്താണ് എടുക്കുമ്പോൾ തന്നെ സ്ലൈഡർ ആയിരുന്നു, അതുകൊണ്ട് അത് വന്നു. ഇൻക്രിമെന്റ് ഉണ്ട് ഇവിടെ, അത് 1 ആണ്. അത് മാറ്റി ഞാൻ 0.01 കൊടുത്തു. കഴിഞ്ഞു, കുറച്ചോളൂ. ഇപ്പൊ എന്തായി നമ്മുടെ ഇൻക്രിമെന്റ് 0.01 കണ്ടോ. ഇപ്പൊ വരുമ്പോൾ എല്ലാ പോയിന്റും ഉണ്ട്, 5.1, 4.3 അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ. 5.1 ഇല്ല, 4.9ഉം -4.9ഉം 4.8ഉം എല്ലാം എന്താണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയിലേക്ക് പോകുന്നു. ഒബ്സർവ് ദി മൂവ്മെന്റ് ഓഫ് പോയിന്റ്. നമ്മൾ പോയിന്റ് ഒബ്സർവ് ചെയ്യും. പണ്ടത്തെ പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ എന്താ കുറച്ചും കൂടി അടുത്തടുത്ത് വരുന്നത്. പണ്ട് ഗ്യാപ്പ് ഇട്ട് വന്നിരുന്നത് അടുത്തടുത്താണ് കേട്ടോ. ആൻഡ് മൂവിങ് ഓൺ, ട്രേസ് ദി പോയിന്റ്. എന്ന് പറഞ്ഞ പോയിന്റ് ട്രേസ് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഇവിടുത്തെ അടുത്തൊരു സംഭവം, ട്രേസ്. ക്ലാസ് നോക്കണം, ട്രേസ് ദി പോയിന്റ്. അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മൾ ട്രേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലാസ്. ഞാൻ നേരത്തെ തന്നെ ഈ കാണുന്ന പോയിന്റ് ക്ലിക്ക് ചെയ്തു. പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് ഉണ്ടോ, ഞാൻ പോയിന്റ് ക്ലിക്ക് ചെയ്തു. പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന ട്രേസ് ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ട്രേസ് ഓൺ ആക്കി. ആൻഡ് ഐ എം മൂവിങ് ദി സ്ലൈഡർ. ഞാൻ സ്ലൈഡർ മൂവ് ചെയ്തു. കറസ്പോണ്ട് നമുക്ക് എന്താണ് ട്രേസിങ് കിട്ടി. പക്ഷെ ഇപ്പൊ ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് കുറച്ചുകൂടി രസം, ഭയങ്കര ഹരം കൊണ്ടു. എന്താ അറിയോ, മൂവ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കാം. അതിനുവേണ്ടി ഞാനത് നേരത്തെ അമർത്തി ഇവിടെ എന്ത് ചെയ്തു, ആനിമേഷൻ ഓൺ ആക്കി. അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട, തന്നെ സ്ലൈഡർ നിന്നും തന്നെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ട്രേസും തന്നെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കാണുന്നത് കണ്ടോ, ട്രേസിന് എന്ന് പറഞ്ഞ പോയിന്റ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ട്രേസും ഓണാണ്, സ്ലൈഡറും ഓണാണ്. ഇറ്റ് വിൽ ഗോ ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു. ഒബ്സർവ് ദി കർവ് ട്രേസ്ഡ്. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് ഇവിടുത്തെ കർവ് എന്ന് മക്കളെ? x² ആണ് കർവ്, എല്ലാവർക്കും അറിയാം. y = x². ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ a. ചേഞ്ച് ദി ഡെഫിനിഷൻ ഓഫ് a ആസ് a,aq. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഈ കാണുന്ന ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് a,aq ആക്കി മാറ്റണം നമ്മളുടെ ഫംഗ്ഷൻ. ഇതാണെന്ത് അവർ അടുത്ത് പറയുന്നത്. അതിനുവേണ്ടി ഇൻപുട്ട് ബോക്സിനകത്ത് a,aq എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതിയോ. ഞാനിതാ തൽക്കാലം നമ്മുടെ ആനിമേഷൻ ഓഫ് ചെയ്തു. ആനിമേഷൻ ഓഫ് ചെയ്തു. ഞാൻ ഇവിടുത്തെ നമ്മുടെ ട്രേസും ഓഫ് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു.
അവിടെ ട്രേസ് ഓൺ ആണ്. ഇപ്പോൾ ട്രേസ് ഓൺ ആണോ? യെസ്, ട്രേസ് ഓഫ് ആക്കാം. ഞാൻ നേരത്തെ നമ്മുടെ ഇൻപുട്ട് ബോക്സ് ആയിട്ടാണ്. ഇൻപുട്ട് ബോക്സ് ഞാൻ ഇവിടെ വയ്ക്കാം. ഞാൻ അതിനാണ് ഫംഗ്ഷൻ എന്ന് പേരിട്ടു. ഫംഗ്ഷൻ കാരണം നമുക്കിവിടെ ഫംഗ്ഷനാണ് മാറ്റം വരാൻ വേണ്ടി പോകുന്നത്. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് രണ്ടാമത്തെ കൊടുത്തു. യെസ്, അവിടെയാണ് ഞാൻ ഇനി മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ കൊടുത്തു. ഇതാണ് നമുക്ക് നിലവിൽ വന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ്. സോ ഞാൻ ഒന്നും കൂടി കേട്ട് കാണിച്ചാൽ എന്താണ് ഞാൻ അറിയാതെ സ്ക്രീൻ ഓഫ് ആയി പോയി. ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നേരെ തന്നെ വീണ്ടും ഒന്നും കൂടി ക്രിയേറ്റ് കാണിച്ചു തരാം. ഇൻപുട്ട് ബോക്സ് എടുത്തു, ക്ലിക്ക് ചെയ്തു, പേരിട്ടു ഫംഗ്ഷൻ 1 എന്ന് കേട്ടോ. ഫംഗ്ഷൻ 1 FUNCTION. ഞാൻ ഫംഗ്ഷൻ 1 പേരിട്ടു. ലിങ്ക്ഡ് ഒബ്ജക്ട്സ് കണ്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യം ഇവിടെ A,AQ ആക്കി മാറ്റണം. അതിനുവേണ്ടി ഈ കാണുന്ന ലിങ്ക്ഡ് ഒബ്ജക്ട്സിൽ അമർത്തി ഓക്കെ കൊടുത്തു. ഇതാണ് ഫംഗ്ഷൻ 1. രണ്ട് സെയിം തന്നെ, മാറ്റമില്ല. നേരെ തന്നെ ഈ കാണുന്ന ഫംഗ്ഷൻ ഇപ്പോൾ A² ആണ്. അമർത്തി കഴിഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ A² മാറ്റി. ഞാൻ നേരെ ബാക്കോട്ട് വന്നു, ആ കാണുന്ന സ്ക്വയർ മാറ്റി ഇതേ ക്യാൻസൽ ചെയ്തു. ആൻഡ് റൈറ്റ് നൗ ഷിഫ്റ്റ് ക്യാപ് 3 AQ എന്താ ഫംഗ്ഷനെ മാറി. എന്താ A,AQ ആയിട്ട് മാറി. ഞാൻ നമ്മുടെ സ്ലൈഡർ ഇപ്പോൾ നീക്കുമ്പോൾ നമുക്ക് ആ കാണുന്ന പോയിന്റ്സ് ആണ് ട്രേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ പുതിയ കർവ്. സോ A,AQ എന്ന് പറയുന്ന ഒരു പുതിയ കർവാണ് നമുക്കിവിടെ എല്ലാവർക്കും ഈ നിമിഷം കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. A,AQ എന്ന് പറയുന്ന പുതിയ കർവ്. മുന്നോട്ട് പോകുന്നു. ഒബ്സർവ് ദി കർവ് ട്രേസ്. എല്ലാവർക്കും അറിയാം X³ കർവാണ് വരുന്നത്. വാട്ട് ഡസ് ഇറ്റ് റെപ്രസെന്റ്? ഇറ്റ്സ് ജസ്റ്റ് the function x³ y equal to x³ എന്ന ഫംഗ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അടുത്ത് പറഞ്ഞിരിക്കുന്നത് what should be the definition of a so that the curve represents the graph of the function f(x) equal to x raised to 4. അപ്പോൾ എന്തുവാണ്? A, raised to 4. നമ്മുടെ A,AQ ആകുമ്പോഴാണ് നമ്മൾക്കുള്ള x³ എന്നുള്ള ഗ്രാഫ് കിട്ടുന്നെങ്കിൽ ഇവിടെ A, raised to 4 ആവണം. എന്നാലാണ് നമുക്ക് x raised to 4 എന്ന് പറഞ്ഞ ഗ്രാഫ് ലഭിക്കുക. ഇതാണ് നമുക്കിവിടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരെ പോകുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും. ഞാൻ നേരെ തന്നെ ഇതാ ആക്ടിവിറ്റി പോയിന്റ് 3ലേക്ക് പോകുന്നു. സം സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ്. ഇവിടെ നമുക്ക് എന്താണ് കുറേ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് എല്ലാം തന്നെ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അതെല്ലാം ടൈപ്പിംഗ് വളരെ ഈസിയാണ്. ഞാൻ തൽക്കാലം എന്താണ് ഇവന്റെ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ഡിലീറ്റ് ചെയ്ത് എല്ലാവരും എല്ലാം ഇൻപുട്ട് ബോക്സ് പോകുന്നില്ലല്ലേ. അവനെ പോവാനായിട്ട് എന്ത് ചെയ്യാം, എല്ലാ ഇൻപുട്ട് ബോക്സും പോയി പോകും. അതും പോയി. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ തന്നെ ഈ കിടക്കുന്ന എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്യുന്നു. ഞാൻ നേരെ തന്നെ എക്സ് കൊടുത്തു. ജസ്റ്റ് ഇൻപുട്ട് എക്സ്. ഇതാണ് മക്കളെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് ഉണ്ടാവുക. ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ അല്ല വരേണ്ടത്. എപ്പോഴും എന്ത് ചെയ്യുക, സ്മോൾ ലെറ്റർ കൊടുക്കുക. ദാറ്റ്സ് എക്സ്. സോ നമ്മുടെ ഫംഗ്ഷൻ കിട്ടി. ക്യാപിറ്റൽ കൊടുത്തു നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ലഭിക്കുന്നതായിരിക്കില്ല. അടുത്ത് x² വേണം. എന്താ കമന്റ് ഉണ്ടാവുക? എക്സ് നമ്മുടെ തൊപ്പി 2 x². ഇനി മോഡുലസ് ഓഫ് എക്സ് ABS. ഇതാണ് കമന്റ്. ABS ബ്രാക്കറ്റിൽ എക്സ് കൊടുക്കാം. ഇതാണ് അബ്സല്യൂട്ട് ഫംഗ്ഷൻ എക്സ്. നോക്കി എല്ലാവരും നമ്മൾ പണ്ട് പഠിച്ച സെയിം ഗ്രാഫ് മോഡ് എക്സ് ഗ്രാഫിൽ കാണാൻ സാധിച്ചു. അടുത്തതാണ് സ്ക്വയർ റൂട്ട് എക്സ്. സ്ക്വയർ റൂട്ട് എക്സിന് വേണ്ടി SQRT കമാൻഡ് ഓർക്കുക. SQRT ഇതാണ് കമാൻഡ്. ഞാൻ നേരെ എക്സ് കൊടുത്തു. SQRT ഓഫ് എക്സ് എന്റർ കിട്ടി. ഞാൻ മോഡ് എക്സിന് ഓഫ് ചെയ്തു കേട്ടോ. ഇതാണ് SQRT ഓഫ് എക്സ്. എല്ലാം കാണാൻ പറ്റും സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. നെക്സ്റ്റ് ആണ് മക്കളെ x³ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ തൽക്കാലം റൂട്ട് എക്സ് ഓഫ് ചെയ്തു. x³ എക്സ് എഴുതി ടു ദി പവർ 3 കൊടുത്തു. x³ എൻ്റർ കൊടുത്തു. x³ ഫംഗ്ഷൻ വന്നു. മുന്നോട്ട് പോകുമ്പോൾ ഫ്ലോർ ഫംഗ്ഷൻ അതുപോലെ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വന്നു. അതായത് ഈ കാണുന്ന FLOR ഫ്ലോർ എക്സ് എന്നാണ് കമന്റ് വേണ്ടത്. ഓഫ് ചെയ്തു. ഫ്ലോർ എക്സ് ടൈപ്പ് ചെയ്യുന്നു. FLOR എക്സ്. നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു എല്ലാവർക്കും. ഇനി 1/x ഉണ്ട്. അതേപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഫംഗ്ഷൻ വരയ്ക്കണം. 1/x എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ 1/x ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതാ 1/x 1/by നോക്കിയേ /x 1/x ഗ്രാഫ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് എല്ലാ ഫംഗ്ഷനും വരയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എല്ലാ മക്കളും ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് അവസാനമായിട്ട്
ഒന്നുകൂടി പഠിക്കാനുണ്ട് നമുക്ക് സിഗ്നം ഫംഗ്ഷൻ. നമ്മൾ കാണുന്ന എല്ലാം വരച്ചോട്ടോ. സിഗ്നം ഫംഗ്ഷൻ SIGN X, അതാണ് കമന്റ് വരുന്നത്. SIGN ബ്രാക്കറ്റിൽ X, സിഗ്നം ഫംഗ്ഷൻ. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാഫുകൾ എല്ലാം നമ്മളിതാ വരച്ചു കഴിഞ്ഞു. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതാ വളരെ സുഖമായിട്ട് നമ്മുടെ ഗ്രാഫ് എല്ലാം തന്നെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സം സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ്. ഒബ്സർവ് ദി ഗ്രാഫ് ഓഫ് ഈച്ച് ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓരോ നമുക്ക് ഡൊമൈനും റേഞ്ചും എല്ലാം തന്നെ എന്താണ് കാണാൻ വേണ്ടി പറയുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് എല്ലാം തന്നെ കാണാൻ വേണ്ടി സാധിക്കും. എക്കാലം ഓർക്കുക, Y ആക്സിസ് ആണ് നമ്മളുടെ റേഞ്ച്, X ആക്സിസ് ആണ് നമ്മളുടെ ഡൊമൈൻ. ഈ കാണുന്ന ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എല്ലാത്തിന്റെയും X ആക്സിസ് നോക്കുമ്പോൾ ഹോൾ റിയൽ നമ്പർ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ ഡൊമൈൻ ഈസ് ഹോൾ റിയൽ നമ്പേഴ്സ് ആൻഡ് റേഞ്ച് ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസ് എന്താണ് -1ഉം 0ഉം 1ഉം മാത്രമാണെന്ന് അറിയാം. സോ ഇതിന്റെ റേഞ്ച് എന്താണ് മക്കളെ -1, 0, 1. ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റ് ഫംഗ്ഷൻസിന്റെയും ഡൊമൈനും റേഞ്ചും എല്ലാം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഫംഗ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ മനസ്സിലാക്കാട്ടെ, നമുക്ക് ഗ്രാഫിക്കലും എല്ലാം തന്നെ ഇവിടെ നോക്കി തന്നെ ഡൊമൈനും റേഞ്ചും എല്ലാം തന്നെ പറയാം. ഇതാ ഞാൻ മോഡക്സ് എടുത്തു. ഇപ്പൊ മോഡക്സിന്റെ ഡൊമൈൻ റേഞ്ചും വേണ്ടോ, അതിനുവേണ്ടി വേറെ ഐഡിയ. നിങ്ങൾ പെർപെൻഡിക്കുലർ ചൂസ് ചെയ്യും. ഞാൻ പറഞ്ഞു X ആക്സിന്റെ മൂവ്മെന്റ് അതാ ഡൊമൈൻ. X ആക്സിൽ മൂവ് ചെയ്യുമ്പോൾ ഗ്രാഫിന് മേൽ മുട്ടുന്നുണ്ടെങ്കിൽ ആ കാണുന്ന എല്ലാ X വാല്യൂസും ഡൊമൈൻ ഉണ്ടാവും. ഞാൻ നേരെ പോയി X ആക്സിൽ ടച്ച് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ എടുത്ത് X ആക്സിൽ വെച്ചു. കണ്ടോ, മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈ കാണുന്ന കംപ്ലീറ്റ് ഭാഗത്ത് നമ്മുടെ ഗ്രാഫ് ഉണ്ട്. അതായത് ഡൊമൈൻ എന്താണ് ഹോൾ റിയൽ നമ്പേഴ്സ് വന്നു. മനസ്സിലായല്ലോ. ഞാൻ സിമിലർലി ഞാൻ നേരെ തന്നെ ഈ കാണുന്ന Y ആക്സിലേക്ക് നോക്കുവാൻ വേണ്ടി ഇതാ വീണ്ടും പെർപെൻഡിക്കുലർ എടുത്തു. ഞാൻ Y ആക്സിൽ ടച്ച് ചെയ്തു. ചെന്ന് കിട്ടും Y ആക്സിലുള്ള മൂവ്മെന്റ് നോക്കിട്ടു. കണ്ടോ, അപ്പൊ 0 മുതൽ അങ്ങോട്ട് മാപ്പോട്ട് Y ആക്സിലെ എല്ലാ പോയിന്റ്സിലും ഉണ്ട്. പക്ഷെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഗ്രാഫ് വരുന്നില്ല. അതായത് ഇതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കണം, അത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് റേഞ്ച് എല്ലാം തന്നെ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് എന്താണ് ഇതെല്ലാം തന്നെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ നിങ്ങൾ എല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കിയിലേക്ക് പോകാം. എന്തായാലും ബാക്കി പറഞ്ഞ വായിക്കാം കേട്ടോ. ഞാൻ ഡിലീറ്റ് ഒക്കെ ചെയ്ത ബാക്കി വായിക്കാം. എന്താ പറയുന്നത്, ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ റേഞ്ച് ആണ് പറയുന്നത്. ക്രിയേറ്റ് ആൻ ഇന്റിജർ സ്ലൈഡർ n, ഒരു ഇന്റിജർ സ്ലൈഡർ n ഉണ്ടാക്കണം. അപ്പൊ സ്ലൈഡർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. നേരെ പോയി സ്ലൈഡർ ക്ലിക്ക് ചെയ്തു. പേരെന്താ പറഞ്ഞേക്കുന്നത്, n എന്ന പേര് n ഉണ്ടാക്കി. യൂസിംഗ് സ്ലൈഡ് ടു ക്ലിക്ക് എനിവർ ഓൺ ദി ഗ്രാഫിക്സ് ചൂസ് അഗൈൻ. അപ്പോൾ ഇവിടെ എന്താണ് മാക്സിമവും മിനിമവും ഇൻക്രിമെന്റും ഒക്കെ തന്നെ നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇഫ് യു വാണ്ട് വി ക്യാൻ ചേഞ്ച് മാക്സിമം മിനിമം ഇൻക്രിമെന്റ് എല്ലാം തന്നെ പറ്റും. ഞാൻ തൽക്കാലം എന്ത് ചെയ്യാൻ നേരെ തന്നെ ഇൻക്രിമെന്റ് 0.01 കൊടുത്തു കേട്ടോ. നമുക്കറിയാം ഇൻക്രിമെന്റും എല്ലാം മാറ്റാൻ വേണ്ടി പറ്റും. ഞാൻ തൽക്കാലം 0.01 കൊടുത്തു. ഓക്കെ, ഓഫ് ചെയ്തു. സിഗ്നം പോടാ, സിഗ്നം പോയി മുന്നോട്ട് പോയി. ഡ്രോ ദി ഗ്രാഫ് ഓഫ് f(x) = x raised to n. x raised to n ഗ്രാഫ് വരണം. അതിന് വേണ്ടി എന്ത് ചെയ്തു, നമ്മൾ നേരെ തന്നെ ഇൻപുട്ട് ബോക്സിൽ പോയി. ഇൻപുട്ട് ബോക്സിൽ പോയിട്ട് x raised to n എന്ന് പറഞ്ഞ കമന്റ് കൊടുത്തു. എന്റെ ഓക്കെ, ഇൻപുട്ട് ബോക്സിൽ പോയി ഞാൻ നേരെ ഒന്നുകൂടി കാണിച്ചു തരാം. കാരണം എന്താണ്, നിങ്ങൾ ഉണ്ടായിരുന്നില്ല ആ സമയം, അത് എന്റെ മിസ്റ്റേക്ക് ആണ്, വേറൊന്നുമല്ല. ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്ത് ചെയ്തു, ദാ ഇൻപുട്ട് ബോക്സിൽ പോയി x കൊടുത്തു. and എന്ത് വേണം, ടു ദി പവർ n raised to n കൊടുത്തു. എൻ്റർ കൊടുത്തു. ഗ്രാഫ് കിട്ടി. ഇതെന്താ എക്സിന്റെ ഗ്രാഫ് ആണല്ലോ. അവസാനം ഇവിടെ എന്താ നോക്കിയേ, ഈ കാണുന്ന n മാറ്റുമ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. n മാറ്റുമ്പോൾ നമ്മുടെ ഗ്രാഫ് മാറിക്കൊണ്ടേയിരിക്കും. വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് പോയിട്ട് ഞാൻ ഇൻക്രിമെന്റ് 1 ആക്കി മാറ്റി. 1 ആണ് ഇൻക്രിമെന്റ്. ആ നിമിഷം എല്ലാവരും ഗ്രാഫ് നോക്കിയേ, കുറച്ചുകൂടി നമുക്ക് സുപരിചിതമായ ഗ്രാഫ് ലഭിക്കും. 2 കിട്ടി, n 2 ആയി മാറി. x² n 3 ആയി മാറി. x³ n 4 ആയി മാറി. x raised to 4 ആയി. മേലെ താഴെ മേലെ താഴെ കണ്ടോ, മേലെ നിൽക്കുന്നു താഴെ വരുന്നു, മേലെ വരുന്നു താഴെ വരുന്നു. അതേപോലെ x raised to 4 മേലെ വന്നു, x raised to 5 താഴെ വരും. കണ്ട നോക്കിയാ, മേലെ താഴെ വന്നു. അങ്ങനെയാണ് മക്കളെ ഈ കാണുന്ന എല്ലാ ഗ്രാഫുകളും പോകുന്നത്. ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും കൂടെ കാണാൻ വേണ്ടി സാധിക്കാൻ എല്ലാവരും മനസ്സിലാക്കാം. സോ അത് കഴിഞ്ഞു. ഒബ്സർവ് ദി ഗ്രാഫ് ഓഫ് x raised to n ആൻഡ് ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് n. എന്നിന്റെ ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് എന്താണ് ഡൊമൈൻ റേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ തൽക്കാലം ഇവരെന്താണ് നമ്പേഴ്സും പറയാത്തതുകൊണ്ട് പോസിറ്റീവ് മാത്രം മുന്നോട്ട് പോകും. ഇത് നമുക്ക് ആദ്യം ചെയ്തു, ആദ്യം n1 കൊടുത്തു. n1 ആകുമ്പോൾ ഡൊമൈൻ ഹോൾ റിയൽ നമ്പേഴ്സ് ആണ്. നിങ്ങൾക്കറിയാം കംപ്ലീറ്റ് എക്സിൽ വരുന്നുണ്ട് ആൻഡ് കംപ്ലീറ്റ് വൈയിലും വരുന്നുണ്ട്. ഡൊമൈനും റേഞ്ചും എല്ലാം നമ്മളെ 6 ആണ് വരുന്നത്. മുന്നോട്ട് പോകുന്നു, അടുത്തേക്ക് പോകുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ n2 കൊടുത്തു.
എക്സ് സ്ക്വയർ. ഡൊമൈൻ എന്താ? ഹോൾ റിയൽ നമ്പേഴ്സും റേഞ്ചോ സീറോന്റെ മേൽഭാഗം മാത്രമേ ഉള്ളൂ. അതായത് റേഞ്ച് എന്താണ് വരുന്നത്? ക്ലോസ്ഡ് ഇന്റർവൽ 0 ഇൻഫിനിറ്റി. പിന്നെ എക്സ് ക്യൂബ് ആകുമ്പോൾ ഹോൾ റിയൽ ലൈനിൽ ഡൊമൈൻ ആണ് എക്സ് ക്യൂബ്. ആൻഡ് റേഞ്ചോ, റേഞ്ച് എന്ന് പറയുമ്പോൾ ഹോൾ ബൈ എക്സ് വന്നു. സോ റേഞ്ച് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റി. ഹോൾ റിയൽ നമ്പറും ഡൊമൈൻ എന്ന് പറയുന്നത് ഹോൾ റിയൽ നമ്പർ തന്നെ. അങ്ങനെ എല്ലാം തന്നെ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എക്സ് റേസ് ടു n when between -1 and 1 as n becomes larger and larger. ഓക്കെ, എന്താ പറയുന്നത്? -1ന്റെയും 1ന്റെയും ഇടയിൽ വാട്ട് ഹാപ്പൻസ് ടു ദി ഗ്രാഫ് ഓഫ് എക്സ് റേസ് ടു n between -1 and 1. എക്സിന്റെ വാല്യൂ -1ന്റെയും 1ന്റെയും ഇടയിൽ നിൽക്കുന്നു. അത് പോയിന്റ് വാല്യൂ വരുന്നു. ആ നിമിഷം എന്നിന്റെ വാല്യൂ ഇങ്ങനെ മേലോട്ട് കയറി പോകുമ്പോൾ എന്താണ് മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക? സോ -1ന്റെയും 1ന്റെയും ഇടയിലൊരു വാല്യൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു എടുത്തോളൂ മക്കളെ, ഒരു വാല്യൂ സം ഹിയർ പോയിന്റ്, ഞാൻ എടുത്തൊരു പോയിന്റ് 1, അത് -1 1ന്റെ ഇടയിൽ വാല്യൂ ആണ്. നിങ്ങൾ ഹോൾ റേസ് ടു സം 100 കണ്ടു. അത് -1 പോകും. അതായത് പവർ കൂടുന്തോറും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് -1ന്റെയും 1ന്റെയും ഇടയിലുള്ള ഏത് വാല്യൂ എടുത്തോളൂ ടു ദി പവർ ഒരു വലിയ നമ്പർ എടുക്കുക, വലിയ നമ്പർ, ഇറ്റ് വിൽ അപ്രോച്ചസ് ടു 0. അത് 0നോട് അപ്രോച്ച് ചെയ്യുമെന്ന് എല്ലാവരും മനസ്സിലാക്കാം. ഇതാണ് ഇവിടുത്തെ അടുത്തൊരു കാര്യം അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ കാണുന്ന ലാബ് എല്ലാം തന്നെ വരുന്നത്. എല്ലാവർക്കും ലാബിന്റെ എല്ലാ ആക്ടിവിറ്റിയും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ കാണുന്ന ടേബിൾ എല്ലാം തന്നെ ഫില്ല് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമ്മളിതാ ലാബ് 0 കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി ലാബ് 1ഉം ലാബ് 2 എല്ലാം തന്നെ പഠിക്കണം. നിങ്ങളാണ് പറയേണ്ടത് ഏത് ലാബ് പഠിക്കണമെന്ന്. സോ നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടും പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഗൈസ് ബൈ. താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് നാസ് ഫ്രം Xylem Learning.